അപ്പോൾ നമ്മുടെ DQയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കും. അതങ്ങ് തമിഴിൽ നിന്നാണ്. അതായത് കാന്ത എന്ന് പറഞ്ഞ സിനിമ. ഇത് തമിഴ് തെലുങ്ക് ബൈലിംഗിലാണ്. എല്ലാ ഭാഷയിൽ നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ കാന്ത എന്ന് പറയുന്ന ഒരു ബയോപിക്കാണ്. അതായത് MK ത്യാഗരാജ് ഭാഗവതർ എന്ന് പറഞ്ഞ് തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ. ഫ്രെയിം തന്നെ ഈ സ്റ്റുഡിയോസിൻ്റെ. അതെ, അതായത് ഈ മോഡേൺ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത തമിഴിലെ ആദ്യത്തെ ഹൊറർ ഫിലിം ശാന്ത, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പടം കണ്ടാണ് സിനിമ. അപ്പോൾ അതിൽ MK ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് DQ അവതരിപ്പിക്കുന്നത് എന്നതാണ് പറയപ്പെടുന്നത്. സോ നമുക്കതിൻ്റെ പടം കാണുന്നതിന് മുമ്പ് ശാന്ത കണ്ടു വരുമോ? ഇല്ല, നമുക്കതിൻ്റെ ടീസർ കണ്ടു നോക്കാം. മോഡൽ സ്റ്റുഡിയോസ് തയ്യാറിക്കവിருக்கும் திரைப்படம் சாந்தா தமிழ் சினிமாவின் முதல் பேய் படம். பாபு முதல் ஷாட் சந்திரன் பெயிண்டிங்ல பேய் நீல பார்த்து வாய்ப்பு സമുദ്രക്കനി அவனும் இருக்காங்கல்ல, அவர் இருக்காரு. പുള്ളിയല്ലേ ഡബ് ചെയ്തിരിക്കുന്നത്? അതെ വെയ്ഫെയറുണ്ട്. நான் உங்களை கேட்கலாமா? கேளு. நீங்களும் ஐயாவும் ഭാഗ്യശ്രീ ഓക്കെ. എല്ലാ പടത്തിലും ഇനി പുള്ളിക്കാരി അമ്മയും തോന്നട്ടെ. என்ன சார்? நீ யாரும் இந்த உலகம் பார்க்க போகுது. நான் ஒரு மேல வச்ச மரியாதை அளவுக்கு வேற யாரையும் வைக்க முடியாது. അപ്പനും മോനും തമ്മിലുള്ള எல்லாரும் சொல்லுவாங்க அவன் தான். இந்த படத்தோட கதாசிரியர் இயக்குனரை நான் சொல்றேன். கதாநாயகன் கதாநாயகி எல்லாமே நீதான். சாந்தா scene 60 shot 1 take 1. பாபு அண்ணே, எந்த சீன்ல ஆரம்பிக்க போறோம்? இன்னைக்கு நீங்களும் சந்திரனும் பெயிண்டிங்ல பேய் உருவத்தை பார்க்கறத பத்தி பேசிக்கிறேன். அது வேணாம் பாபு, ஏதாவது நல்ல சீன்ல ஆரம்பிப்போம். മറ്റേ ഡബിൾ ஷார்ட் ஓகே. சீன் சேஞ்ச். என்ன நடிப்பு சக்கரவர்த்தி, ஆரம்பமே அமர்க்கலமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டதுதான். ദുൽഖർ സൽമാൻ, റാണ ദഗ്മതി, அப்புறம் സെൽമമണി படம் பேரு சாந்தா. காந்தா നല്ല സ്കോർ അല്ലേ? ആരായിരുന്നു സ്കോർ? ജാനു ചന്ദർ എന്ന് പറഞ്ഞ ഒരാളാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഓക്കെ, എനിക്ക് മറ്റേ ഇതിൻ്റെ ഒരു വൈബ് അടിച്ചായിരുന്നു. ഇരുവർ അല്ലേ? കറക്റ്റ്. എനിക്ക് മറ്റേ ലുക്കൊക്കെ വെച്ച് അല്ലേ ഭയങ്കര പിന്നെ മറ്റേ ആ ഫ്രെയിമൊക്കെ അല്ലേ കാരണത്തിരിക്കുന്നതും നല്ല രസമുണ്ട്. അതായത് ഈ ടീസറിൻ്റെ മ്യൂസിക്, ആ ടീസർ കുറച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പോലെ ഉണ്ട്. ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ ഇതിനകത്ത് ഇപ്പോൾ സമുദ്രക്കനിയുടെ ടീസറിനകത്ത് അധികം ഇല്ല. ഇല്ല. പക്ഷേ ഇത് ദുൽഖർ കുറച്ചുകൂടെ നല്ല രീതിയിലൊരു ഒരു പെർഫോമൻസിന് ഭയങ്കര സ്കോപ്പുള്ള സാധനമാണ്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻ ഉണ്ടെന്ന് തോന്നുന്നു പടത്തിൽ അത്യാവശ്യം അല്ലേ? കുറച്ചുണ്ടാവും തോന്നുന്നു. അത് ആ മറ്റേ പടത്തിൻ്റെ ഷൂട്ടിംഗ് ടൈം അതുപോലെ ഇവരുടെ ഫ്ലാഷ് ബാക്കിനെ പറ്റി കാണിക്കുമ്പോഴും ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പക്ഷേ ഇത് ഒരു ഭയങ്കര എന്താ പറയുക, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ഓഫ് പടം എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതൊരു നല്ല സിനിമയായിരിക്കും. അതെനിക്ക് ലക്കി ഭാസ്കറിൻ്റെ ഒരു സ്കെയിലുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം അതേ സ്കെയിലിൽ തന്നെയുള്ള അതേ സ്കെയിലിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അതേപോലെ ആയിരിക്കും. ഇത് കുറച്ചൊരു ബയോപിക് ലൈനാണ്. ബയോപിക് ലൈനാണ്. പക്ഷേ ഞാൻ പറയുന്നത് പുള്ളി ഇനിയിപ്പം ആക്ട് ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ ഒരു എവിടെ വേണേൽ പ്രസന്റ് ചെയ്യാം. അതെ. അത് മാത്രമല്ല പുള്ളിയുടെ സെലക്ഷൻ, അത് സിനിമയുടെ സെലക്ഷൻ എനിക്ക് തോന്നുന്നു കൊത്ത കഴിഞ്ഞതിന് ശേഷം പുള്ളി സെലക്ട് ചെയ്ത പടങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല പ്രോമിസിങ് സാധനങ്ങളാണ്. അതെ. സോ അങ്ങനെ DQവിൻ്റെ രണ്ടാമത്തെ അപ്ഡേറ്റ്, അതായത് വേഫെയർ, ഇതിലും വേഫെയർ കോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ അല്ല, ഇത് കുറച്ചാളും ഇവരുടെ ഈ മറ്റേ രാണ ദഗ്പാട്ടി, ഭാഗ്യശ്രീ അത് ഇതിൻ്റെ അനൗൺസ്മെന്റ് ആയിരുന്നു. ഇതിനകത്ത് പക്ഷേ ലാസ്റ്റ് പടത്തിൻ്റെ പേര് ശാന്ത അല്ല കാന്ത എന്ന് പറയുന്നത് എന്താ? അതങ്ങനെ ശാന്ത എന്നാണ് അതിനകത്ത് അവർ എടുക്കുന്ന പടത്തിന്റെ പേര്. അല്ല, അത് ഒറിജിനൽ പടം അങ്ങനെയല്ലേ ഇറങ്ങിയത്? ശാന്ത എന്ന് തന്നെ. അപ്പൊ ഇവരത് കാന്തന്നാക്കിയത്. എന്താണ് അതിന്റെ പരിപാടി അറിയത്തില്ല. ആ പോർഷൻ അപ്പം ഇത് ഫിക്ഷൻ ആണോ? ഈ അച്ഛനും മകനും തമ്മിലുള്ള അത് ഭയങ്കര ഫേമസ് കഥ വല്ലതും അറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അതായത് അതെന്താണെന്ന് നമുക്ക് പടം കണ്ടാൽ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ശാന്ത എന്നാണ് ഒറിജിനൽ പടത്തിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഇവർ ഈ പടത്തിന്റെ കഥാപരമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കാന്ത എന്ന പേരിലാണോ അതിന് ഒറിജിനൽ പടം ഇറക്കിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്തെ സിനിമ ഈഗോ ക്ലാഷുകളുടെ കൂട്ടത്തിൽ ഇതും. അതെ. ശരിക്കും ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് സിനിമ കണ്ടുകൊണ്ടെന്ന് പറയാം. എനിക്ക് എൻ്റെ
ബാബിലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാമിയൻ ചാസൽ ചെയ്തൊരു പടമുണ്ട്. പടം ഭയങ്കര പരാജയമായിരുന്നു, പക്ഷേ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അതിങ്ങനെ തുടങ്ങുന്നതും അതിങ്ങനെ പോകുന്നൊരു പോക്കുണ്ട്, നമ്മളിങ്ങനെ കണ്ണെടുക്കാൻ ഇരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടപ്പോഴും ആലോചിച്ചു, നമുക്ക് ഇന്ത്യൻ സിനിമയുടെ ആ ടൈമിലെ ഈ ചേഞ്ച് ഉണ്ടല്ലോ, ഇതിങ്ങനെ സൈലൻറ്റ് മൂവിയിൽ നിന്ന് സൗണ്ട് വരുന്നു, അങ്ങനെ ആ ചേഞ്ചിനെ ബേസ് ചെയ്തൊരു നല്ലൊരു സിനിമ എടുക്കുക എന്നുള്ളൊരു കഥ എന്നുള്ളതല്ലാതെ ഒരു മൂടാണ്. അതായത് നമുക്ക് ആ അന്നത്തെ ആ ഇറയിൽ ഇവരുടെ ആ സംഭവമാണ് ഈ സിനിമയുടെ ചേഞ്ചിനെ നമ്മളിൽ കാണിച്ചു തരിക. പക്ഷെ അത് കാണിക്കുന്നത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട്, നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പഴയ ഒരു സിനിമ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതല്ലാതെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ 3 മണിക്കൂറൊന്നുമുള്ള സിനിമ. പക്ഷെ അത് എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ബാബിലോൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല, അത് കണ്ടു നോക്കുക. നല്ലൊരു പടമാണ്, അടിപൊളി സിനിമയാണ്, അത് കണ്ടു നോക്കുക. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ സിനിമയിൽ ആക്ച്വലി അവരുടെ പഴയ സിനിമയുടെ ഒരു ഇവല്യൂഷനാണ് ആ പടത്തിനകത്ത് കാണിക്കുന്നത്. അല്ല, ബ്രാഡ് പിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രാഡ് പിറ്റ് ഇതുപോലെ ഫിലിം സെലക്ഷൻ പുള്ളിയുടെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മാറി ആൾക്കാർ ബ്രാഡ് പിറ്റിൻ്റെയും ദുൽഖർ സൽമാനെ തമ്മിൽ ആ ഒരു കാര്യത്തിൽ കമ്പയർ ചെയ്യാമല്ലോ. ഓഫ് കോഴ്സ്. സോ അപ്പോൾ കാന്തയുടെ അടുത്ത അപ്ഡേറ്റ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ട്രെയിലർ അല്ലേ, റിലീസ് പരിപാടികളൊക്കെ വരട്ടെ.